ക്യാമലിൻ്റെ നല്ല പ്രീമിയം സ്കെച്ച് ബുക്കാണിത്. A5 സൈസാണ്. പിന്നെ 270 GSM ഉണ്ട്. 15 ഷീറ്റ്സാണ് ഇതിൽ വരുന്നത്. പെർഫറേറ്റഡ് ഷീറ്റ്സ്, നാച്ചുറൽ ഗ്രെയിൻ, ഫ്ലോറിൻ ഫ്രീ, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. 75 റുപ്പീസിന് ഇത് വേർത്തായിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് വരുന്നത് കേട്ടോ ഇതിന്. നല്ല തിക്ക് പേപ്പറൊക്കെ ആയിട്ട്. പിന്നെ ഈ ഒരു കട്ടറും അങ്ങനെ, ഇത് നല്ല ഷാർപ്പായിട്ടുള്ള കട്ടറാണ്. ഇതും പുതിയ തന്നെയാണ്. ഇതിന് ജസ്റ്റ് 10 റുപ്പീസേ ഉള്ളൂ. ഇതിന് നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. ഓരോ ഷീറ്റും നല്ല തിക്കായിട്ടുള്ള ഷീറ്റാണ്. അതുപോലെ 15 ഷീറ്റ് ഉണ്ട് ഇതിന്. നല്ല ക്വാളിറ്റി പ്രോഡക്റ്റാണിത്. എന്നെപ്പോലെ ഡ്രോയിങ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഒത്തിരി ഇഷ്ടമാവും. പിന്നെ ചെറുപ്പം തൊട്ടേ ഇല്ല എൻ്റെ ഒരു ശീലാണ്, എന്ത് പുതിയ ബുക്ക് കിട്ടിയെങ്കിലും ഫസ്റ്റ് തന്നെ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് എഴുതി തുടങ്ങും ഞാൻ. ഇതിലും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തത്. എനിക്ക് ഡ്രോയിങ് ഒക്കെ ഒരുപാട് ഇഷ്ടമാണെങ്കിലും എനിക്കങ്ങനെ വരക്കാനൊന്നും വലിയ അറിയില്ലൊന്നുമില്ല. ഫസ്റ്റ് തന്നെ എന്ത് വരക്കുന്നില്ല കൺഫ്യൂഷനായിരുന്നു ഞാൻ. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് സിമ്പിളായിട്ട് ഒരു എസ്തെറ്റിക് ലുക്കൊക്കെ വരുന്ന പെട്ടെന്ന് വരച്ചെടുക്കാൻ പറ്റുന്ന ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് ഒരു ഫ്രണ്ട് പേജ് ഡിസൈൻ ഇല്ലേ, അതുപോലെ സ്കെച്ച് ബുക്ക് എഴുതി പിന്നെ സ്റ്റാർട്ടിങ് ഡേറ്റും കൂടി എഴുതാൻ വേണ്ടിയിട്ട്. ഡ്രോയിങ്ങും പെയിൻറ്റിങ്ങും ഒക്കെ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഫസ്റ്റ് തന്നെ ഈ ഫ്രണ്ട് പേജിലൊന്നും നമുക്ക് അലങ്കരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സിമ്പിൾ ആക്കാനായിരുന്നു പ്ലാൻ. ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും ചെയ്യാൻ പറ്റും ഇത്. നല്ല പേസ്റ്റൽ കളറാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാട്ടേനു. എൻ്റെ കയ്യിൽ പിന്നെ ഇങ്ങനത്തെ കളറായതുകൊണ്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്തത്. ഞാനൊരു എസ്തെറ്റിക്കിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പിങ്കും ബ്ലൂവും യൂസ് ചെയ്തത്.
വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഇതുള്ളൂ. ഇതിൽ ഞാൻ സ്റ്റാർട്ടിങ് ഡേറ്റ് കൊടുക്കുന്നുണ്ട്, കാരണം ഞാൻ ഇന്നലെ ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് കൊടുക്കുന്നുണ്ട് ഇതിൽ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബോക്സ് സെറ്റ് ചെയ്യുന്നത്. ബൂ ഒക്കെ വെച്ചിട്ടുള്ള കുറച്ച് ക്യൂട്ടായിട്ടുള്ള ബോക്സ്. ഇത്രയും മതിയെന്ന് വിചാരിച്ചതായിരുന്നു. ബാക്കി സ്കെച്ച് ബുക്ക് എന്ന് ജസ്റ്റ് എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. ഇനി ഇത് നല്ലോണം സിമ്പിൾ ആവൂലെന്ന് വിചാരിച്ച് ഞാൻ ആദ്യം ഓവറാക്കി ചളാക്കാൻ നോക്കി. ശരിക്കും അത്രമാത്രം ആയിരുന്നെങ്കിൽ നല്ല ഉണ്ടായിട്ടുണ്ട് കാണാൻ. ഞാൻ നല്ലോണം സിമ്പിളായെന്ന് വിചാരിച്ചിട്ട് കുറച്ച് മോഡിഫിക്കേഷനെല്ലാം ചെയ്യാൻ നോക്കിയതായിരുന്നു. ബട്ട് ഒത്തില്ല, ഒട്ടും മാച്ചാവുന്നുണ്ടായിരുന്നില്ല. മാച്ച് എന്നല്ല, ഭയങ്കര ബോറിംഗ് ആയിരുന്നു. ആ ഒരു മൊത്തത്തിൽ ആ ലുക്ക് ഇതുകൊണ്ടൊന്ന് ചേഞ്ച് ആയ പോലെ ആയിപ്പോയി. കുറച്ച് ഓവറാവാൻ നോക്കിയതായിരുന്നു എനിക്ക് പറ്റിയ അബദ്ധം. പിന്നെ ഞാൻ വിചാരിച്ചു സ്കെച്ച് ബുക്ക് എന്ന് എഴുതിയെങ്കിൽ കുറച്ച് പാങ്ങുണ്ടാവോ നോക്കാന്ന് വിചാരിച്ചിട്ട് മൈ സ്കെച്ച് ബുക്ക് എന്ന് എഴുതി നോക്കി.
എന്നിട്ടും ഭയങ്കര ബോറിംഗ് ആയിരുന്നു, ഒട്ടും മാച്ചിങ് ഇല്ലാത്ത പോലെ. ഞാനിത് നല്ല സിമ്പിളായിട്ട് നല്ലൊരു ലുക്കിലാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പേജല്ലേ, ഒരു ലുക്കൊക്കെ വേണ്ടേ കാണുമ്പോൾ, ആ ഒരു മൈൻഡിലായിരുന്നു ഞാൻ ചെയ്തത്. പക്ഷെ സിമ്പിളും വേണം, കുറച്ച് ലുക്കും വേണം എന്നായിരുന്നു പ്ലാൻ. ഇനി ഇത് ശരിയാക്കിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടായില്ല. ഫ്രണ്ട് പേജിന് ഇങ്ങനെ കൊളായി കിടക്കുക നമ്മൾക്ക് ഒരു ഇൻട്രസ്റ്റ് പോകും. അതുകൊണ്ട് തന്നെ വേറെ എന്തെങ്കിലും ഒരു ഐഡിയ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഫുൾ അതിനോട് ബ്ലാക്ക് കൊണ്ട് ഫുൾ അതൊന്ന് കവർ ചെയ്ത് കൊടുത്തു. എന്ത് ചെയ്യും വിചാരിച്ചിട്ട് നിൽക്കുമ്പം എൻ്റെ മനസ്സിലൊരു ഐഡിയ വെച്ചു. ഒരു ബ്ലാക്ക് സ്കെച്ച് ബുക്ക് തന്നെ അവിടെ നിന്ന് വരച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ബ്ലാക്ക് സ്കെച്ച് ബുക്ക് വരച്ചു. അങ്ങനെ അതിലേക്ക് വൈറ്റ് പെയിന്റ് കൊണ്ടൊന്ന് സ്കെച്ച് ബുക്ക് എന്ന് എഴുതി കൊടുത്തു. ഇപ്പം എങ്ങനെയുണ്ട്? നേരത്തേക്കാളും കുഴപ്പമില്ല അല്ലേ? ഞാൻ വിചാരിച്ച പോലെ കിട്ടിയിട്ടില്ല എസ്തെറ്റിക് ആയിട്ടൊന്നും. എന്നാലും നേരത്തെ ആ ഒരു മണ്ടത്തരം അതുപോലെ ആയിട്ടേത് കുറച്ചും കൂടി ഇത് ഭംഗിയായിട്ടുണ്ട്. പിന്നെ എനിക്ക് വീണ്ടും ഒന്ന് കയ്യിരിയാൻ തുടങ്ങി, എന്തെങ്കിലും ഇങ്ങനെ കുത്തിക്കൊറുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ
അതിനുള്ളിൽ പിന്നെയും കുത്തിക്കൊണ്ടിരുന്നു. ഓവറാക്കി ചളമാക്കാൻ പിന്നെയും തുടങ്ങി. കുറേ ലവും കുത്തും കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുത്തു. എസ്തെറ്റിക് ആക്കാനായിരുന്നല്ലോ എൻ്റെ പ്ലാൻ. അങ്ങനെ ഇങ്ങ് കുറച്ച് കുഞ്ഞി ലവൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് കുത്തുങ്ങോമയിലിട്ട് പിന്നെ അതങ്ങ് ഓവറാക്കി. ഒരു എസ്തെറ്റിക് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ആക്കിയത്. എല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ എനിക്കൊരു ഓവറായ ഫീല് വന്ന്. എന്തായാലും കുഴപ്പമില്ല. ഫസ്റ്റ് ലീനേക്കാളും കുറച്ചൊക്കെ മൊഞ്ചായിട്ടുണ്ട്. ആ ഫസ്റ്റ് വരച്ചിട്ടേ ആ ഒരു കളറെല്ലാം ആക്കിയിട്ട് അത് ഭയങ്കര ബോറായിരുന്നു. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് പേന കൊണ്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ബുക്കിൻ്റെ ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതെങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായിനാ? എനിക്കും ഇഷ്ടമായിനി. വിചാരിച്ച പോലെ വന്നില്ലെങ്കിലും ഇഷ്ടമായിനി. കമൻറ്റ് ബിലോ.